ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഉണക്ക കൊഞ്ച് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പീരൊന്നും ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉണക്ക കൊഞ്ച് അഥവാ ഉണക്ക ചെമ്മീനാണ് തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ 1.5 കപ്പ്. ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് വാരിയെടുക്കാം. എന്നാലാണ് അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ പോവുള്ളൂ. ശേഷം നമുക്ക് വെള്ളം വാർത്ത് ഇതുപോലെ കുറച്ചെങ്കിലും ഒന്ന് ഡ്രൈ ആയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടികട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ 2 പ്രാവശ്യമൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു 70% കുക്കാവണ വരേക്കും ഇങ്ങനെ വഴറ്റാം. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു വരണ്ട, ഒരു 1/4 ഭാഗം കുക്കായാൽ മതിയാവും. കുറച്ച് നേരം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി മുരിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഫുള്ളായിട്ട് മുരിയാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മൾ മറ്റുള്ള റെസിപ്പിയിലൊക്കെ ചെയ്യണത് പോലെ എല്ലാം ഒന്നിച്ചിട്ടിട്ടല്ല നമ്മൾ ഇതിനകത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി കൊത്തി അരിഞ്ഞതും അതേപോലെ തന്നെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതുമാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും നമ്മൾ ഒന്നിച്ച് ചേർക്കണില്ല. ആദ്യം നമുക്ക് ഇഞ്ചി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഇഞ്ചിയുടെ കളറൊക്കെ മാറിയിട്ട് ഒന്ന് ക്രിസ്പായിട്ട് വരും. ഒത്തിരി കരിഞ്ഞു പോകരുത് കേട്ടോ, നന്നായി മൂത്ത് വന്നാൽ മാത്രം മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, വെളുത്തുള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരും. മൊത്തത്തിൽ ഗോൾഡൻ കളറാവണ്ട, ഇതുമാതിരി ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തിലെത്തുമ്പോൾ നമുക്ക് ഇതും കൂടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് ബൗളിലാണ് എടുത്ത് വെച്ചിരിക്കണത്. അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വെച്ചാലും മതി. കൊഞ്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് ഒരു ബൗളിലിട്ടാലും മതി, ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ചെറിയ ഉള്ളി അങ്ങനെ ഭയങ്കര നൈസായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. ഒരു ഉള്ളി ഒരു 3 കഷ്ണമാക്കിയിട്ടൊക്കെ അരിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ എരിവ് കുറഞ്ഞ പച്ചമുളക് 2 എണ്ണമാണ് ചേർക്കുന്നത് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അല്പം കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് പിന്നീട് ആണെങ്കിലും ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരുപാട് ചേർക്കണമെന്നില്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കണ്ടോ, കുറേ നേരം വഴറ്റി കഴിയുമ്പോൾ ഉള്ളിയെല്ലാം ഇതുപോലെ നല്ലോണം വഴണ്ട് മൊരിഞ്ഞ് ഇങ്ങനൊരു കളറൊക്കെ ആയി വരും. പച്ചമുളകൊക്കെ നല്ലോണം മാറി വരും. അന്നേരം തീ നല്ലോണം കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർക്കണത് കേട്ടോ. സാധാ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ 1.5 ടീസ്പൂണാണ് ചേർക്കണത്. പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ചേർക്കാനായിട്ട്. എരിവൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. നമ്മൾ സാധാരണ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ നന്നായി മുരിഞ്ഞതിന് ശേഷമാണ് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാറ്. പക്ഷേ ഇത് നമുക്ക് ഈ പൊടികളുടെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം, ഇഞ്ചി ആഡ് ചെയ്യാം, അതുപോലെ തന്നെ കൊഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചതച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൊഞ്ചിനകത്ത് നമ്മൾ ഈ ചേർത്ത മസാലയുടെ ഫ്ലേവർ എല്ലാം പുരണ്ട് നന്നായിട്ട് പിടിക്കുള്ളൂ. ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ഫൈനലായിട്ടുള്ളൊരു സ്റ്റെപ്പും കൂടിയിട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ടൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കല്ലിൽ ഇടിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം.
അപ്പോൾ നമുക്കിത് എളുപ്പത്തിന് മിക്സിയിൽ ചതച്ചെടുക്കാം. ടേസ്റ്റ് കല്ലിൽ ചതയ്ക്കണമാണ് കേട്ടോ. നമുക്ക് കുറച്ച് എളുപ്പപ്പണി ആയതുകൊണ്ട് മിക്സിയിൽ ചതച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിനകത്ത് വെള്ളമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ നന്നായിട്ട് തുടച്ചെടുക്കുക. ഡ്രൈ ആയിരിക്കണം ജാറ്. ഈ കൊഞ്ചിൻ്റെ ഈ മിക്സ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മിക്സി ജാറിലേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങ് പൊടിക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യേണ്ട, വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒത്തിരി പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് ഇരിക്കണം. കുറച്ച് കൊഞ്ചൊക്കെ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ട. നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ടല്ലേ കുക്ക് ചെയ്തെടുത്തത്, നന്നായിട്ട് മൊരിച്ചൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടാവില്ല. നമുക്കിത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിനകത്തൊക്കെ മാസങ്ങളോളം നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് റെസിപ്പി റെഡിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മ ഇത് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവരൊക്കെ കല്ലിൽ ചതച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കല്ലിൽ ചതച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യുക എല്ലാവരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.